നരേന്ദ്രമോദിയുടെ ഒളിച്ചോട്ടം തുടരുന്നു. പാർലമെന്റ് നോക്കുകുത്തിയാകുന്നു. പാർലമെന്റ് രണ്ടാഴ്ച പിന്നിടുമ്പോഴും തുടർച്ചയായി സ്തംഭിക്കുകയാണ്. നരേന്ദ്രമോദി സഭയിൽ എത്തി നോട്ട് വിഷയത്തിൽ നിലപാട് എടുക്കണമെന്ന് ആവർത്തിച്ച് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇരുസഭകളും രാജ്യസഭയും ലോക്സഭയും പലതവണ ഇന്നും നിർത്തിവെക്കേണ്ടി വന്നു. അതേസമയം ആദായ നികുതി ഭേദഗതി ബില്ലും ഇന്ന് സഭ പാസാക്കിയെടുത്തു. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ മോദി ഹിറ്റ്ലറുടെ വഴിയെന്ന് ചരിത്രകാരൻ MGS നാരായണൻ. ജനാധിപത്യത്തിൽ നിന്നും സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴിയുണ്ട്, അങ്ങനെ വഴി തെളിയിച്ചയാളാണ് ഹിറ്റ്ലർ എന്നും മോദി സർക്കാരിൻ്റെ പ്രയാണം ആ വഴിക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും MGS പറഞ്ഞു. ഒരു വാരികയ്ക്ക് നൽകിയ ലേഖനത്തിലാണ് MGSന്റെ പ്രതികരണം. ആ റിപ്പോർട്ടിലേക്ക് കൂടി. ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്ന് ഹിറ്റ്ലർ തെളിയിച്ചിട്ടുണ്ട്. ആ നാസി ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ ഇന്ത്യ ഒരുങ്ങേണ്ടതാണ്. ഏറെ ജനപ്രിയമായ വിജയകരമായ പദ്ധതികളിലൂടെയുള്ള മോദി സർക്കാരിന്റെ പ്രയാണം ആ വഴിക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് MGSന്റെ ലേഖനം ആരംഭിക്കുന്നത്. മോദിയുടെ മാർഗത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇല്ലാതായി കഴിഞ്ഞു. മാർക്സിസ്റ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയ തലവേദന മാത്രമായി. ഈ ഘടകങ്ങളെല്ലാം ഫാഷിസത്തിന്റെ അരങ്ങേറ്റത്തിന് പശ്ചാത്തലമൊരുക്കുന്നുവെന്നും MGS നിരീക്ഷിക്കുന്നു. മോഡിക്ക് ആയുരാരോഗ്യങ്ങൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇപ്പോൾ മോഡി ഫാഷിസ്റ്റാണെന്ന് പറഞ്ഞുകൂടെങ്കിലും ഇനി വരുന്ന വർഷങ്ങൾ ഫാഷിസ്റ്റ് ഭരണത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. ഹിറ്റ്ലറുടെ ജർമ്മൻ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ഇന്ത്യൻ സമൂഹം തയ്യാറാവുകയാണെങ്കിൽ ജനങ്ങളുടെ തീവ്രമായ രാഷ്ട്രീയ ബോധവൽക്കരണം മാത്രമാണ് അപകടമൊഴിവാക്കാൻ ഇടയുള്ളത്. ഈ ബോധവൽക്കരണം എത്ര വൈകുന്നുവോ അത്രയും വേഗം രക്ഷാകവാടങ്ങൾ അടഞ്ഞ് അന്ധകാരയുഗത്തിന്റെ ആവരണം അടുത്തെത്തുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് ലേഖനം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം ഡോക്ടർ A. സമ്പത്ത് MP, പ്രൊഫസർ KV തോമസ് MP, രാധാകൃഷ്ണ മേനോൻ BJP നേതാവ്, ഡോക്ടർ KN ഹരിലാൽ തത്സമയം പങ്കുചേരുന്നു. ശ്രീ KV തോമസിലേക്ക്. തോമസ് മാസ്റ്റർ, 2 ആഴ്ച പിന്നിടുന്നു. പാർലമെന്റിലെ തൽസ്ഥിതി തുടരുകയാണ്. നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുകയാണ്. തുടർച്ചയായി ജനവികാരം ഉൾക്കൊണ്ടുള്ള ഒരു പ്രതികരണം അതാഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് തത്തുല്യമായ ഒരു പ്രതികരണം ഉണ്ടാകാതെ പോകുന്നത് കൊണ്ട് തന്നെയാണോ ഇത് സംഭവിക്കുന്നത്? ഇത് അപകടകരമായൊരു സൂചനയാണോ നൽകുന്നത് പാർലമെന്റിലെ തുടർച്ചയായ സ്തംഭനം? അഞ്ഞൂറിൻ്റെയും 1000ൻ്റെയും നോട്ടുകളുടെ മൂല്യം നിശ്ചലമാക്കിക്കൊണ്ട് രാജ്യത്ത് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പാർലമെൻറ്റിൻ്റെ സിസ്റ്റം അനുസരിച്ച് പാർലമെൻറ്റ് തുടങ്ങുന്നതിന് ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷം ഗവൺമെൻറ് എടുത്ത തീരുമാനമായതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹമാണ് തീരുമാനമെടുത്തത് കൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടതായിരുന്നു. അതാണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ട്രഡീഷൻ. അതിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രിയോ അതല്ല ധനമന്ത്രി പോലും ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. മാത്രമല്ല, ലോകസഭയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അഡ്ജർൺമെൻറ്റ് മോഷൻ്റെ വോട്ടിങ്ങിലൂടെ ചർച്ച നടത്തണം. ഇപ്പം എന്താ ഇത്ര പേടി? ലോകസഭയിൽ നല്ല ഭൂരിപക്ഷം BJPക്കുണ്ട്. പക്ഷേ വോട്ടിങ്ങിലൂടെ ചർച്ച നടത്തുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാകും, മൂർച്ചയുണ്ടാകും. അത് ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. രണ്ടാമത്, ഇപ്പോൾ ടാക്സേഷൻ അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു മണി ബില്ലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? ടാക്സേഷനിൽ വരുന്ന അമെൻമെൻറ്റ്സുകൾ രാജ്യത്ത് വ്യാപകം വരാൻ പോകുന്ന നാളുകളിലും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. മാത്രമല്ല, ഈ കൊണ്ടുവന്നിരിക്കുന്ന ടാക്സേഷൻ അമെൻമെൻറ്റ് പൂഴ്ത്തിവെപ്പുകാരെയും കള്ളക്കടത്തുകാരെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ്. കള്ളപ്പണം വീണ്ടും വെളുപ്പിക്കുന്നതിനുള്ള സഹായകരമായ ഒരു ടാക്സേഷൻ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് മണി ബില്ലായി കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന സന്ദർഭത്തിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾ പോലും അത് ചർച്ച ചെയ്യപ്പെടാതെ ഗവൺമെൻറ് കുറുകിയ വഴിയിലൂടെ പാസ്സാക്കിയെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നത്. യെസ്, അവിടെ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയിലേക്ക് ഈ ടാക്സ് മൂലം, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കൊണ്ടുവന്ന ഭേദഗതി മൂലം സമാഹരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തുക പോകുന്നു. 50% സർചാർജ്, നികുതി, പിഴ, ഇതൊക്കെ എടുത്ത ഇന്ന് ഭേദഗതിയിലെ ചട്ടങ്ങൾ പാലിക്കാതെ ആണോ ഇത് ആണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ഒരുപക്ഷെ കള്ളപ്പണക്കാർക്ക് വീണ്ടും ഒരു സുഖവാസം അല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു പുതിയൊരു വാതിൽ തുറന്നിടുന്നു എന്ന് താങ്കളൊക്കെ പ്രതിപക്ഷം ഒന്നടങ്കം വാദിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ഇതിൻ്റെ അനുരണനങ്ങൾ, ഇതിൻ്റെ ഇമ്പാക്ട്സ്
പെട്ടെന്ന് ഒരു പക്ഷേ ഉണ്ടായില്ലെങ്കിൽ കൂടിയും ഇതിൽ കാണുന്ന ഒരു അപകടം എന്താണ് ഇന്നത്തെ ഒരു ഭേദഗതി ബില്ലിലൂടെ താങ്കൾ കാണുന്നത്? ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 വരെ ഗവൺമെൻറ് ഈ കള്ളപ്പണമുള്ള ആളുകൾക്ക്, നിയമവിധേയമല്ലാത്ത പണമുള്ളവർക്ക് അത് നിയമവിധേയമാക്കുന്നതിനുള്ള ചട്ടങ്ങളോടുകൂടി ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ അന്ന് ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം 40% അവർക്ക് നികുതി കൊടുത്ത് അത് വെളുപ്പിക്കാൻ കഴിയും. അതാണ് അന്ന് എടുത്ത തീരുമാനം. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഈ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിർവീകരിച്ചുകൊണ്ട് എടുത്ത തീരുമാനത്തിൽ ചില ചട്ടങ്ങൾ കൊണ്ടുവന്നിരുന്നു. അന്നും ഈ പണം ബാങ്കിലിടുന്നതിന് ചില ചട്ടങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി വരാൻ പോകുന്ന നാളുകളിൽ മുഴുവൻ 50% ത്യജിച്ചുകൊണ്ട് 50% വെളുപ്പിക്കാനുള്ള സന്ദർഭം കൊടുത്തിരിക്കുക. അപ്പോൾ ഓരോ കള്ളപ്പണക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കും, ജയിലിൽ വരെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ എവിടെ ആരെ ജയിലിൽ കൊണ്ടുപോകുന്നത്? ഞാൻ ജയിലിൽ കൊണ്ടുപോകുന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല. അപ്പോൾ ഒരു ഭീഷണി ജനമധ്യത്തിൽ ഇറക്കിക്കൊണ്ട് അതേ സന്ദർഭത്തിൽ ഈ കള്ളപ്പണക്കാർക്കും തട്ടിപ്പുകാർക്കും ഒക്കെ സൗകര്യപ്രദമായി രക്ഷപ്പെടാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വൻകിടക്കാർക്ക് വേണ്ടിയാണ്. ഈ 50% പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഇട്ടുകൊണ്ട് 50% നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് പാർലമെൻറ്റുള്ളപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൂടെ? മണി ബില്ലായിട്ട് എന്താ കൊണ്ടുവരുന്നത്? ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യപ്പെടട്ടെ. ഞങ്ങളാരും എതിരല്ല. ഇനിയും കള്ളപ്പണം എത്രമാത്രം കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് ആത്മാർത്ഥതയുണ്ട്, കൊണ്ടുവരട്ടെ നിയമങ്ങൾ, ഞങ്ങൾ എതിരല്ല. പക്ഷേ അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം? ഇതാരും അറിയാതെ ഒരു അർദ്ധരാത്രിയിൽ കൊണ്ടുവന്നതാണ്. നമ്മുടെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിർജ്ജീവമാക്കിയത് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് അംഗങ്ങൾ പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം 3 ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ചെയ്ത ഒരു സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി പോലും അറിയാതെ ഒരു തീരുമാനമെടുത്ത് രാത്രി ജനങ്ങളോട് അറിയിക്കുന്നു, ജനങ്ങളെ ഭീതിജനകമാക്കുന്നു. ഇന്ന് സാമ്പത്തിക രംഗത്തൊരു ഭീതിയാണ്. ശമ്പളം കിട്ടുമെന്ന് സർക്കാർ ജീവനക്കാർ ഭയപ്പെട്ട് നിൽക്കുക. യെസ്, നമ്മളിലേക്ക് ഡോക്ടർ സമ്പത്ത് രാധാകൃഷ്ണ മേനോനെ പോകുന്നതിന് മുമ്പ് ക്ഷമിക്കണം, അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോനിലേക്ക്. ശ്രീ സമ്പത്ത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ആദായ നികുതി ബില്ല് പാസ്സാക്കിയത് പോലും പിൻവാതിലിലൂടെ, അതും 50%. ആത്യന്തികമായ ലക്ഷ്യം കള്ളപ്പണമാണെങ്കിൽ അവിടെ വീണ്ടും ഒരു അവസരത്തിലേക്ക് കള്ളപ്പണക്കാർക്കൊരു പാത വെട്ടിത്തുറക്കുകയാണോ ഈ സർക്കാർ? മാത്രമല്ല, പാർലമെന്റിൽ ഇതിന്റെ ചർച്ച സംബന്ധിച്ച് അത് ധനമന്ത്രി പറയുന്നു, ധനകാര്യ സെക്രട്ടറി പുറത്ത് മാധ്യമങ്ങളോട് പറയുന്നു. അതിനപ്പുറത്തേക്ക് പാർലമെന്റിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു ബാധ്യത ഇല്ലാതെ പോവുകയാണോ? അതാണോ നിങ്ങൾ വീണ്ടും തുടർച്ചയായ ഒരു സ്തംഭനത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്? എന്താണ് കെ വി തോമസ് പറഞ്ഞ വാക്കുകളോടും ഒക്കെ ചേർത്ത് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സഭയിൽ നടന്നത്? ശ്രീ സമ്പത്ത്. ഇതിലെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ഡിമാർക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയും. അതിൻ്റെ മലയാള പരിഭാഷ കൃത്യമായി പറയാൻ കഴിയാത്തത് കൊണ്ട് ഈ ഡിമാർക്കേഷൻ ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതിൽ പോളിസി മാറ്റേഴ്സ് എപ്പോഴും പ്രധാനമന്ത്രിക്കുള്ളതാണ്. അവിടെ നമ്മൾ നവംബർ 8 ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ പ്രഖ്യാപനം നടത്തിയത് തന്നെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നാലും ഞങ്ങൾ പാർലമെൻറ്റിൽ എടുത്ത നിലപാട് എന്നുള്ളത്, പ്രധാനമന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പാർലമെൻറ്റ് സമ്മേളന നടപടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് ലോക്സഭയുടെ ചട്ടം, ലോക്സഭാ റൂൾസ് സംബന്ധിച്ച പുസ്തകമാണ്. ഇതനുസരിച്ചാണ് ലോക്സഭ പ്രവർത്തിക്കേണ്ടത്. ഇതിലെ റൂൾ 56 അനുസരിച്ചുള്ള അഡ്ജേൺമെൻറ്റ് മോഷൻ, സഭ നിർത്തിവെച്ചുകൊണ്ടുള്ള ചർച്ച, ആ ചർച്ച അതിന് അദ്ദേഹം പങ്കെടുക്കുകയും അതിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും അത് ഗവൺമെൻറ്റിനെ ബാധിക്കാനായി പോകുന്നില്ല. കാരണം ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമുണ്ട്, ആ ഭൂരിപക്ഷത്തെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ വിഷയം എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നോട്ടുകൾ 1000 രൂപ 500 രൂപ നോട്ടുകൾ അത് പിൻവലിച്ചതിനെ എതിർത്തുകൊണ്ടുള്ളൊരു നിലപാടേ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്ന ഗൃഹപാഠം ചെയ്യാതിരിക്കുകയും അതുമൂലം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ ലഘൂകരിക്കാനായി കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇത് വല്ലാതെ വ്യാപകമാവുകയും ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, ഈ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബില്ല് സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി. ആ ബില്ല് ഇന്നലെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ലോക്സഭയിൽ അത് അവതരിപ്പിച്ചത്. അതൊരു ധനബില്ലാണ്. ധനബില്ലായതുകൊണ്ട് തന്നെയുള്ളൊരു പ്രത്യേകത, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ലോക്സഭ പാസ്സാക്കിയാൽ മതി.
ലോക്സഭ പാസ്സാക്കുകയും അത് രാജ്യസഭയിലേക്ക് പോയാൽ രാജ്യസഭയിൽ അവിടെ ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ചർച്ച നടന്ന അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമായില്ലെങ്കിൽ വീണ്ടും ലോക്സഭ തന്നെ പാസ്സാക്കുക എന്നുള്ളത് മാത്രമാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ഇവിടെ ഒരു കാര്യം, ഞാൻ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ, ഞങ്ങളുടെ എല്ലാം പാർട്ടി ഏതോ ആകട്ടെ, അതല്ല ഏതെങ്കിലും ഒരു സ്വതന്ത്രനായ MP പോലും ആകട്ടെ, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് MP-മാർക്ക് വിവക്ഷിച്ചിട്ടുള്ള ചില അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും പ്രിവിലേജ് എന്ന് കൂടി പറയാവുന്നതാണ്. ഇത് ഇന്നത്തെ ഡൽഹിയിൽ പുറത്തിറങ്ങിയ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രമാണ്. ഇതുപോലെ തന്നെ നിരവധി പത്രങ്ങളിലുള്ളൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ സെക്രട്ടറി ഈ ബില്ല് സംബന്ധിച്ചുള്ള കാര്യം, ഇത് വാസ്തവത്തിൽ ഈ ഭേദഗതി ബില്ല് ടാക്സേഷൻ ലോസ്, ആ ടാക്സേഷൻ ലോസിൻ്റെ രണ്ടാമത് ഭേദഗതി ബില്ല് 2016 എന്നുള്ളത് ഇവിടെ ഇത് ഇന്നത്തെ കാര്യപരിപാടിയിലുള്ളതാണ്. ഈ കാര്യപരിപാടിയിലുള്ളതിൽ തന്നെ 11ാമത്തെ ഐറ്റമായിട്ടാണ് അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ചർച്ച, അതിൻ്റെ മറുപടി ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ ബില്ല് പാസ്സാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ സെക്രട്ടറി ഇത് ഡിസംബർ 30-ാം തീയതി മുതൽ ഇത് നടപ്പിൽ വരികയാണ് എന്നും മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു പ്രിവിലേജ് നോട്ടീസ് അടക്കം നൽകുകയുണ്ടായി. മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട MP-മാരും ഇത്തരത്തിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുകയുണ്ടായി. പല അംഗങ്ങളും ഇത് സംബന്ധിച്ച് ഈ ടാക്സേഷൻ ലോസിൻ്റെ ഭേദഗതിക്ക് അമെൻമെൻറ്റ് പോലും പലരും മൂവ് ചെയ്യുകയുണ്ടായി. ഇതിനേക്കാൾ വലിയ ഗൗരവമായ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്നുള്ളത് വളരെ കൗതുകകരമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അധികാരാവകാശങ്ങളെപ്പോലും പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കവർന്നെടുക്കാനായി ശ്രമിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ ലോക്സഭയുടെ തന്നെ ചട്ടം 81, 82, ലോക്സഭാ ചട്ടങ്ങളുടെ 81, 82 ആ ചട്ടങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 82 റൂൾ 82 മാത്രം ഞാൻ പറയാം. ദി ഓർഡർ ഓഫ് ദ പ്രസിഡന്റ് ഗ്രാൻറ്റിംഗ് ഓർ വിത്ത്ഹോൾഡിംഗ് ദ സാങ്ഷൻ or recommendation to an amendment to a bill shall be communicated to the Secretary General by the minister concerned in writing. ഇന്നലെ വളരെ പെട്ടെന്ന് ഈ ബില്ല് അവതരിപ്പിക്കുന്നു. ഭേദഗതി ബില്ലാണ്. ഞങ്ങൾ അംഗങ്ങളടക്കമുള്ള ആളുകൾക്ക് ഇതിന് ഭേദഗതി നിർദ്ദേശിക്കാനുള്ള അധികാരത്തെ പോലും കവർന്നെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് പ്രതിപക്ഷ പാർട്ടികളിലെ വിവിധ MP-മാർ ഇതിന് ഭേദഗതികൾ നൽകുന്നു. ഇവിടെ ഈ വിധത്തിൽ ടാക്സേഷൻ ലോയുടെ ഒരു അമെൻമെൻറ്റ് ബില്ല് ഇവിടെ അവതരിപ്പിക്കുന്നുവെങ്കിൽ, ഇതിന് ഭേദഗതി വീണ്ടും മന്ത്രി അവതരിപ്പിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് പിൻവാതിലൂടെ എത്തപ്പെടുമ്പോൾ ടാക്സേഷൻ അമെൻമെന്റ് ബില്ല് അത് പണബില്ല് അല്ലെങ്കിൽ മാറുമ്പോഴുണ്ടാകുന്ന ചില ശരിയില്ലായ്മകളാണ് ശ്രീ സമ്പത്തും KV തോമസും ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഒരു കാര്യം, പാർലമെന്ററി സംവിധാനത്തിലൂടെയാണ് നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടത്. അവിടെ ഓരോ നിലപാടുകളും പാർലമെന്റിന് എന്തായാലും അതിന് വിധേയമായിരിക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പക്ഷേ ആ അക്കൗണ്ടബിലിറ്റിയാണ് ജനാധിപത്യത്തിൻ്റെ സവിശേഷമായ അന്തസത്ത. ആ അന്തസത്ത ഇവിടെ എന്തുകൊണ്ട് ഒരു പക്ഷേ നരേന്ദ്രമോദി കാണാതെ പോവുകയാണോ ബോധപൂർവം, അതോ ഇത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടായിട്ടും എന്തേ ഒരു ഒളിച്ചോട്ടം ഇക്കാര്യത്തിൽ? തുടരുന്ന മൗനത്തിൽ നിന്നും എന്താണ് വായിച്ചെടുക്കേണ്ടത്? അല്ല, ഇവിടെ എൻ്റെ സുഹൃത്ത് സമ്പത്തും തോമസ് മാഷും പറഞ്ഞത് എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം നിങ്ങളുടെ ഈ മിക്സിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ചോദ്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്, അതിന് മറുപടി എന്നുള്ള നിലയിൽ പറയാൻ പറ്റുന്നു. അതായത് രണ്ട് കാര്യങ്ങൾ ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് ഒന്ന് പ്രധാനമന്ത്രി തുടരുന്ന മൗനം, ഇന്നും പാർലമെന്റിൽ ഒരുപക്ഷെ പ്രസ്താവനയ്ക്ക് പോലും മുതിരുന്നില്ല. 2, ഇന്നത്തെ ഭേദഗതി ബില്ല് പാസ്സാക്കുമ്പോൾ ആദായനികുതി ഭേദഗതി ബില്ല് അവിടെ സ്വീകരിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു MP-മാർക്ക് അടക്കം ഭേദഗതി നിർദ്ദേശങ്ങൾ പോലും അതിനുള്ള അവസരങ്ങൾ പോലും ഇല്ലാതാക്കി ഒരു ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ ഇന്ന് പാസ്സാക്കിയെടുക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് രണ്ടുപേരും ചൂണ്ടിക്കാട്ടിയത്. അല്ല, ഇവിടെ ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി ഗവൺമെൻറ് സ്വീകരിച്ച നടപടി തന്നെ അത്യപൂർവമായ ഒരു സാഹചര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള അത്യപൂർവമായ ഒരു നടപടിയാണല്ലോ. കാരണം നമ്മുടെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി ഇത്തരമൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകാനിടയാക്കിയ സാഹചര്യം, ആ സാഹചര്യവും നമുക്കെല്ലാം അറിയാം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ച UPA ഗവൺമെൻറ്, അദ്ദേഹം ധനകാര്യ വിദഗ്ധരായിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഏതാണ്ട് 10-30 വർഷക്കാലം തുടർച്ചയായി ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുമാണ്. പക്ഷേ അദ്ദേഹത്തെ മറയാക്കിക്കൊണ്ട്
സോണിയ കുടുംബവും അതുപോലെ കോൺഗ്രസിൻ്റെ ചിദംബരം അടക്കമുള്ള നേതാക്കളും നടത്തിയ ഒരു വലിയ കൊള്ള, ആ കൊള്ളയടി രാജ്യത്തെ തന്നെ കൊള്ളയടിച്ചുകൊണ്ട് കള്ളപ്പണം രാജ്യത്തിൻ്റെ സമാന്തര സമ്പദ് വ്യവസ്ഥയായി സമ്പൂർണ്ണമായി രൂപപ്പെടുത്തിയ ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം. ഈ കള്ളപ്പണം ശ്രീ രാധാകൃഷ്ണ മേനോൻ ചരിത്രം നമുക്ക് ചരിത്രത്തിലേക്കല്ല നമുക്ക് പോകേണ്ടതില്ല. ഇവിടെ ഈ നിങ്ങൾ എടുത്ത നയത്തിലൂടെ എന്ത് നടപ്പാക്കാൻ കഴിഞ്ഞു? കള്ളപ്പണം നിങ്ങൾ പറയുന്നത് പോലെ അഴിമതി, കള്ളപ്പണം, ഈ രണ്ട് കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കാൻ ഇത്രയും ദിനങ്ങൾ കഴിഞ്ഞല്ലോ. ഇനിയും ഒരു ഡെഡ് ലൈൻ 50 ദിവസം ഇടുകയാണ്. അതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. എന്ത് സാമ്പത്തികമായ ഒരു യുക്തിരാഹിത്യമായി ഇത് മാറുകയല്ലേ ചെയ്യുന്നത് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ? ഒരിക്കലുമല്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് കൊടുത്ത വാക്ക് പാലിക്കാൻ നടത്തുന്ന പരിശ്രമമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അത്യപൂർവമായ നടപടി എടുത്തിട്ടുള്ളത്. ആ നടപടിയെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു എന്ന അന്തരീക്ഷമാണ് കഴിഞ്ഞ തുടർച്ചയായി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഈ നാട്ടിലെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ അടക്കം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഫലം, അതിനു മുമ്പ് ഈ രാജ്യത്ത് മറ്റ് പല ഭാഗങ്ങളിലും നടന്ന പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് അടക്കം, ഈ നടപടിക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജനങ്ങൾ ഈ നടപടിയെ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ട്, ഈ നടപടിയിൽ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് പിൻബലമായി നിൽക്കുന്ന ശ്രീ രാധാകൃഷ്ണ മേനോൻ ദയവായി ഒന്ന് ഇടപെടുകയാണ്. അതായത് നമ്മൾ ഒരു നയം നടപ്പാക്കുമ്പോൾ, ഒരു നയമാണ്, അത് ജനകീയമാകണമെങ്കിൽ ഒന്നുകിൽ പരമാവധി ഗുണമുണ്ടാകണം, പരമാവധി പാർശ്വഫലങ്ങൾ കുറയണം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ അതാണോ പരമാവധി ഗുണം, പരമാവധി പാർശ്വഫലങ്ങൾ ഒഴിവാക്കുക? ഇവിടെ എന്താണ് സംഭവിച്ചത്? അല്ല, അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പാർശ്വഫലങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പലതരത്തിലും ഉണ്ടാകുമെന്ന് തന്നെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞു. അതിന് അദ്ദേഹം ജനങ്ങളോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ 50 ദിവസത്തെ സമയം തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് കടന്നത്. അദ്ദേഹത്തിൻ്റെ നടപടികൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഈ സമൂഹം ഒന്നാകെ അതിനെ സ്വീകരിക്കുന്നു. പ്രതിപക്ഷത്തിന് യോജിച്ച് ഒരു നിലപാട് പാർലമെൻറ്റിന് അകത്ത് ബഹളമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒഴികെ മറ്റൊരു കാര്യത്തിലും ഈ കാര്യത്തിൽ ഇപ്പോൾ അക്കാര്യത്തിൽ ചോദ്യം ശ്രീ തോമസ് മാഷ്, ഇവിടെ കള്ളപ്പണത്തിനെതിരായ ധർമ്മയുദ്ധം അതൊരു കടന്ന കൈയായി പറച്ചിൽ മാറുകയാണോ? കാരണം ഒരു വീരസ്യം എന്ന രീതിയിലേക്ക് ഇന്നിപ്പോൾ ചിന്തിക്കേണ്ടി വരികയാണോ? കാരണം എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഇതുവരെ ദേശീയത ഇളക്കി വിട്ടു, ഒരു ദേശീയത പക്ഷേ ഒരു പരിധിവരെ. അതിനൊപ്പം ജനങ്ങൾ നിന്നു ആദ്യ ഒരാഴ്ചയൊക്കെ. അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു. 70 രക്തസാക്ഷികളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയും കള്ളപ്പണം എന്ന തരത്തിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ഈ ആവർത്തനം, അതിലെ യുക്തിയില്ലായ്മ താങ്കൾ ചൂണ്ടിക്കാട്ടിയാൽ? ഈ കള്ളപ്പണത്തിനെതിരായി ആര് നടപടിയെടുത്താലും അതിനെ ഇന്ത്യൻ ജനത സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം അതല്ല. നവംബർ 8-ാം തീയതി പ്രധാനമന്ത്രി 500-ൻ്റെയും 1000-ത്തിൻ്റെയും നോട്ടുകൾ നിർവീര്യമാക്കിയതിനു ശേഷം ആ ഒരു മാസക്കാലം കുറേ പൈസ ജനങ്ങളുടെ കയ്യിലുണ്ട്. അത് പഴയ നോട്ടുകളുണ്ട്, പുതുതായിട്ട് ഇറക്കി വരുന്ന നോട്ടുകളുണ്ട്. ഇനി ഡിസംബർ ആരംഭിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ സംസ്ഥാന ഗവൺമെൻറ്, എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരു ഭയപ്പാട് പറയുന്നുണ്ട്, ശമ്പളം കൊടുക്കാൻ കഴിയുമോ? മാത്രമല്ല, ഇനി ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാർക്ക് കിട്ടേണ്ട കൂലി, ഇപ്പോൾ ദിവസപ്പണിക്കാർക്ക് കൊടുക്കേണ്ട കൂലി, അത് കൊടുക്കാൻ കഴിയുമോ? നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ക്ഷമ പറഞ്ഞു എന്ന് ശരിയാണ്, പക്ഷേ ക്ഷമ ജനങ്ങളുടെ വിശപ്പ് മാറ്റത്തില്ലല്ലോ. വിശപ്പ് മാറ്റാൻ എന്താ വേണ്ടത്? ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടണം. ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അത് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ ദിവസക്കൂലി കൊടുക്കാൻ കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ രംഗത്തും, അതുകൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ നമ്മുടെ മണിയുടെ ഫ്ലോ, നമ്മുടെ പണത്തിൻ്റെ ഒഴുക്ക് സാധാരണകരമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും പ്രധാനമന്ത്രി ചെയ്ത നടപടിയെ സ്വാഗതം ചെയ്യും. പക്ഷേ കഴിയുമോ അദ്ദേഹത്തിന്? ആവശ്യമായ 500-ൻ്റെ നോട്ടുകൾ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ജനങ്ങൾ ചെന്നാൽ, ഇപ്പം സ്വന്തം ബാങ്കിലിട്ടിരിക്കുന്ന രൂപയിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നത് കഷ്ടിച്ച് 24,000 രൂപയാണ്. ഇനിയിപ്പോൾ പഴയ നോട്ട് കൊടുത്ത് മാറ്റുന്നതും മാറി. ഇനി ആകെ കിട്ടുന്ന ബാങ്കിൽ നിന്നുള്ള പൈസയാണ്. എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? ഈ നാട്ടിലെ ജനങ്ങളുടെ 53% ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. അവർ പറഞ്ഞ് സ്വീപ്പ് ചെയ്ത് വാങ്ങിക്കാനും പറ്റും. എവിടെയാണ് അതിൻ്റെ മെഷീനുകൾ? എവിടെയാണ് പ്ലാസ്റ്റിക് മണി? ഇതൊന്നും മനസ്സിലാക്കാതെ ഈ വലിയൊരു രാജ്യത്തിലെ വലിയൊരു ജനവിഭാഗം ആളുകൾക്ക് ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് മാർഗം? ഇതാണ് ഭയപ്പെടുത്തുന്നത്.
യെസ്, ഞാൻ മടങ്ങിയെത്താം. ഇതിൻ്റെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ശ്രീ ഹരിലാൽ, ഡോക്ടർ കെ എൻ ഹരിലാൽ, ഒരു 50 ദിവസമാണ് ഡെഡ് ലൈൻ ആയിട്ട് ഇന്നലെ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞത്. ശ്രീ അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ സൂചിപ്പിച്ചതുപോലെ സഹിക്കണം കുറച്ച് ജനങ്ങൾ സഹിക്കണം. ഈ സഹിക്കുന്നതിന് 50 ദിവസം മതിയോ? താങ്കളുടെ ഒരു വീക്ഷണത്തിൽ ഇന്നിപ്പോൾ ധനമന്ത്രി ആശങ്ക പ്രകടിപ്പിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ പോക്ക് സംബന്ധിച്ച്. കാർഷിക മേഖല, മറ്റ് വ്യവസായ മേഖലയടക്കം മുരടിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇതൊക്കെ അതോ ഈ രാഷ്ട്രീയ ആരോപണം കേവലം പ്രതിപക്ഷം ഉയർത്തുന്നതാണോ? ഇതിൻ്റെ ഒരു വസ്തുത ജനങ്ങളിലേക്ക് വ്യക്തമാക്കിയാൽ. ഇപ്പോൾ ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിയമം, അതുപോലെ തന്നെ കള്ളപ്പണത്തിന് അനുകൂലമായ എന്നാൽ കള്ളപ്പണത്തിന് എതിര് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നടപടി, അതുപോലെ തന്നെ സഹകരണ മേഖലയ്ക്കെതിരായിട്ടുള്ള പ്രസ്താവനകളും നടപടികളും, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗവൺമെൻറ്റിന് പറ്റിയിരിക്കുന്ന വലിയ അബദ്ധം, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെൻറ്റിൻ്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായിട്ടും പാളിപ്പോയി. ഇത്രയും വൈകിയിട്ടും 500-ൻ്റെ നോട്ടുകൾ എത്തുന്നില്ല. ഈ സമ്പദ്ഘടനയിലെ മുഴുവൻ ലിക്വിഡിറ്റിയും പുറത്തേക്ക് എടുത്തത് കാരണം സമ്പദ്ഘടന നിശ്ചലാവസ്ഥയിലേക്ക് പോവുകയാണ്. പല മേഖലകളിലും ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. വൻ രീതിയിൽ ആൾക്കാർ പല മേഖലകളിൽ നിന്നും ഒഴിവാക്കപ്പെടുകയാണ്. കേരളത്തിൽ നിന്ന് ഈ നോർത്ത് ഈസ്റ്റേൺ തൊഴിലാളികളെല്ലാം പിരിച്ചുവിടപ്പെടുന്നു. ഇതേ അവസ്ഥ കടകളിലുണ്ട്, ഫാക്ടറികളിലുണ്ട്, തോട്ടങ്ങളിലുണ്ട്, കൃഷിസ്ഥലങ്ങളിലുണ്ട്. ഇത് ഇന്ത്യൻ സമ്പദ്ഘടനയെ വളരെ ആഴത്തിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. സർക്കാരുകളുടെ നികുതി വരുമാനം എത്തുന്നില്ല. അടുത്ത മാസം ശമ്പളം തന്നെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ മുട്ടുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ വളരെ ഗുരുതരമായ സർക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ ഗുരുതരമായ സാമ്പത്തിക ക്രൈസിസിലേക്ക് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടി, അതായത് പണം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ്, ആ ഒരു ക്രൈസിസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പുതിയ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ സഹകരണ മേഖലയിലെ പ്രശ്നമൊക്കെ പരിഹരിക്കാതിരിക്കുന്നതിൻ്റെ ന്യായം ഒരു രീതിയിലും ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. സഹകരണ മേഖലയെ ഇത്രയും ബാങ്ക് അക്കൗണ്ടുകളും കൂടി പണം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള കറൻസി ഗവൺമെൻറ് ഇല്ലാത്തത് തന്നെയാവണം തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള പ്രചരണത്തിന് കാരണം. അപ്പോൾ ഈ ജനങ്ങളുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് തൽക്കാലം രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുകയാണ്. അതായത് ഇന്നത്തെ ഒരു താരതമ്യത്തിന് വിധേയമാക്കിയാൽ പാർശ്വഫലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നിഴലിക്കുന്നത്. അതിപ്പോൾ ഈ പാർലമെൻറ്റിലെ നടപടി അടക്കം, അതുപോലെ തന്നെ സഹകരണ മേഖലയ്ക്കെതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ തന്നെ എന്തോ കള്ളപ്പണത്തിനെതിരായിട്ടുള്ള വലിയ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളൊരു മറയുണ്ടാക്കി ഇപ്പോഴത്തെ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷേ അതൊന്നും സമ്പദ്ഘടനയെ ഈ ക്രൈസിസിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. മറിച്ച് ഇത് ആൾക്കാരിൽ കൂടുതൽ ഭയം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ജനങ്ങളുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. എല്ലാവരും കുറച്ച് പണമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലവാക്കാതെ കൈവെക്കാനുള്ള ടെൻഡൻസിയാണ് ആൾക്കാർക്ക്. ഗവൺമെൻറ് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് ജനങ്ങളുടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. സഹകരണ മേഖലയ്ക്ക് അനുകൂലമായി, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനം നടത്തുന്ന എല്ലാ പൗരന്മാർക്കും അനുകൂലമായ വലിയ പ്രചരണം നടത്തി ജനങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക, കറൻസിയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക. നിങ്ങൾ അമിതമായി പണം സൂക്ഷിക്കേണ്ടതില്ല. പുതിയ നോട്ട് വരുമ്പോഴും ചില്ലറ വരുമ്പോഴും ആൾക്കാർ സൂക്ഷിക്കുകയാണ്. കാരണം ഈ നാളെ പണം കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കടകളിലേക്ക് ആൾക്കാർ പോകുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ പല കടകളിലും നിങ്ങൾ ശരാശരി ട്രാൻസാക്ഷൻസ് ഒരു പകുതിയിൽ താഴെയായിട്ട് ട്രാൻസാക്ഷൻസ് പോയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ പിരിച്ചുവിടപ്പെടുകയാണ്. ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കുന്നത്. അതിനൊരു റെക്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ പോലും ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥതയുള്ള റിസർവ് ബാങ്ക് ഗവർണർ പോലും ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം അപകടകരമാണ്. അതെ, തീർച്ചയായിട്ടും. അവർ പ്രിന്റ് ചെയ്യുന്ന പണത്തിനെ കുറിച്ച്, അതെങ്ങനെ എത്തിക്കും എന്നുള്ളതിനെ കുറിച്ച്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നാളെ നോർമലാക്കാൻ ഗവൺമെൻറ് എന്തെല്ലാം നടപടികൾ എടുക്കുന്നു എന്നുള്ള ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സഹകരണ മേഖലയിലെ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള നടപടി എടുക്കുന്നതിന് പകരം തൽക്കാലം രാഷ്ട്രീയമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീ സമ്പത്ത്, ഇവിടെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച സുപ്രധാന കാര്യമെന്ന് മാധ്യമങ്ങൾ ഇന്ന് വിശേഷിപ്പിച്ചു. അതായത് BJP MPമാർ പ്രതിനിധികൾ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ
നൽകുക, അതും നൽകേണ്ടത് അമിത്ഷായ്ക്ക് നൽകുക. എങ്ങനെ കാണുന്നു ആ വാചകത്തെ? ഇന്നിപ്പോൾ ഒരു പക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ നിങ്ങൾ ആക്രമണം അയച്ചുവിടുമ്പോൾ അതിലൊരു പക്ഷേ ഒരു സംശുദ്ധ ഉണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലേക്കാണ് BJP ഈ പ്രസ്താവനയെ ഉയർത്തിക്കാട്ടുന്നത്. ഞാൻ ഒരു കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ BJPയുടേതായിട്ടുള്ള അഭിപ്രായം പറയുകയും ഡോക്ടർ ഹരിലാൽ ഇതിൻ്റെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ചും പറഞ്ഞു. ഞങ്ങളിപ്പോൾ തോമസ് മാഷും ഞാനും ഇതിൽ പാർലമെൻറ്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ആ രീതിയിൽ നിന്നുകൊണ്ട് മാത്രം ചുരുങ്ങി പറയുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നത് ഈ 500,000 രൂപകളുടെ കറൻസി ഡിമോണിറ്റൈസേഷൻ, ആ പദം തന്നെ ശരിയാണോ സാങ്കേതികമായി എന്നൊക്കെ തന്നെ ഒരുപാട് തർക്കമുണ്ട്. അത് ഡോക്ടർ ഹരിലാലിനെ പോലുള്ളവരാണ് അത് വിശദീകരിക്കേണ്ടത്. അത് 14 ലക്ഷം കോടി രൂപയുടേതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് തിരിച്ച് അപ്പോൾ ഈ ബാങ്കിലേക്ക് എത്തിച്ചിട്ടാണല്ലോ ഇത് മാറ്റേണ്ടത്. 8,11,000 കോടി രൂപയുടേത് മാത്രമാണ് മടങ്ങി വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇനി ഒരു 6 ലക്ഷം കോടി രൂപയുടെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ വെളിയിൽ എവിടേക്കോ കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഈ പെർസെൻറ്റേജ് ഓഫ് ഡിമോണിറ്റൈസ്ഡ് കറൻസി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് 57%. നമ്മളിപ്പോൾ ഇനിയൊരു 30 ദിവസം കൂടി മുമ്പോട്ട് പോകാനായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കൊടുത്തിട്ട് പകരം മാറ്റി വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറയാവുന്നത് 33,498 കോടി രൂപയുടേത് മാത്രമാണ്. അതായത് വാസ്തവത്തിൽ ആകെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ 3% തുകയാണ് മാറ്റി ഈ വിധത്തിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ റിസർവ് ബാങ്കിൻ്റേതായിട്ടുള്ള പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഡിമോണിറ്റൈസ് ചെയ്തതല്ലാത്ത കറൻസി, അതായത് 100 രൂപയുടേതും 50 രൂപയുടേതുമായിട്ടുള്ള കറൻസിയാണ് നിങ്ങൾ ബാങ്കിലേക്ക് കൊണ്ടുവന്ന് നൽകുന്നത് എങ്കിൽ 24,000 എന്നുള്ളതിന് പകരം 34,000 രൂപ വരെ നിങ്ങൾക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാം. ഈ ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ ഭാഷയിലൊരു ചൊല്ലുണ്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന പൊതിച്ചോറിഞ്ഞ് തന്നേരെ നിനക്ക് ഇപ്പം വിശക്കാതിരിക്കാനുള്ള മന്ത്രം അങ്ങോട്ട് ഞാൻ ചൊല്ലിത്തരാം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇന്നിപ്പോൾ BJPയുടെ പാർലമെൻ്ററി സമിതി യോഗം, പാർലമെൻറ്റ് അംഗങ്ങളുടെ ജനറൽ ബോഡി എന്ന് പറയാവുന്നത് പോലെ തന്നെ ആ വിധത്തിൽ ഇന്ന് ഡൽഹിയിൽ ചേരുകയുണ്ടായി. ഒത്തിരി ഇടപാടുകൾ ഈ നവംബർ 8-ന് മുമ്പ് വളരെ പെട്ടെന്ന് ഇന്ത്യയിൽ വളരെ ഷൗഡഡ് വിത്ത് മിസ്റ്ററി എന്നൊക്കെ പറയാവുന്നത് പോലെ ദുരൂഹമായ ഒരുപാട് ഇടപാടുകൾ നടന്നിരിക്കുന്നു. ബീഹാറിൽ അത്തരത്തിലുള്ള ചില ഇടപാടുകൾ നടന്നു. ഞാൻ ഇവിടെ ഡൽഹിയിലേക്ക് വരുന്നത് CITUവിൻ്റെ 15ാമത് അഖിലേന്ത്യാ സമ്മേളനം ഒഡീഷയിലെ പുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് പാർലമെൻറ്റ് സമ്മേളനത്തിന് മടങ്ങി വന്നത്. ഒറീസയിൽ പോലും ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ നടന്നിട്ടുള്ളതായി അവിടുത്തെ പലരും ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാത്ത ചില കാര്യങ്ങൾ BJPയുടെ തന്നെ ചില നേതാക്കൾ പരസ്യമായി പറഞ്ഞ കാര്യമാണ്, അറിയേണ്ടവർ നേരത്തെ അറിഞ്ഞു എന്നത്. ഇവിടെ കള്ളപ്പണക്കാർക്ക് കൂടുതൽ ദിവസങ്ങൾ നൽകുകയാണ് അല്ലേ? 50%. നിങ്ങൾ ഇത് വെളിപ്പെടുത്തിയാൽ 50%മേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ പിഴയായി നൽകേണ്ടത്. എങ്ങനെ? അത് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന, മറ്റു പല അക്കൗണ്ടുകൾ, കല്യാണ യോജന, എന്തൊക്കെ പേരിട്ട് വേണം വിളിച്ചോളൂ. അതല്ല ഇനി പിടികൂടപ്പെട്ടാൽ അത് 85% ആവും. ശരി. അപ്പോൾ ഒരു വിനീതമായ ചോദ്യം, എന്തേ ഈ രാജ്യത്ത് ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുള്ള വിദ്യാഭ്യാസ വായ്പ എടുത്തയാളുകൾ, തങ്ങളുടേതായ ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങാനായി വായ്പ എടുത്തയാളുകൾ, തൻ്റെ വിവാഹ ആവശ്യത്തിന്, കുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് വായ്പ എടുത്തയാളുകൾ, ചികിത്സാ ആവശ്യത്തിന് വായ്പ എടുത്തയാളുകൾ, അത്തരത്തിൽ സാധാരണക്കാരായ ആളുകൾ എത്രയോ കോടി രൂപ വായ്പ എടുത്തവരുണ്ട്. അവരുടെ എല്ലാം വായ്പകൾ എന്നുള്ളത് ഏതാനും ലക്ഷങ്ങളോ ഏതാനും ആയിരങ്ങളോ വരുന്നതാണ്. ഇവർക്ക് ഇത് തിരിച്ചടയ്ക്കുന്നതിന് എന്തേ അത്തരത്തിലൊരു സാവകാശം നൽകുന്നില്ല? അതായത് താങ്കൾ കേട്ട് കാണും സമ്പത്ത് പറഞ്ഞ കാര്യം. അതായത് ഇന്ന് ഈ ഭേദഗതി നിർദ്ദേശം പോലും, ഈ ബില്ല് പാസ്സാക്കുന്നത് പോലും അതിലെ പാളിച്ചകളാണ് പറയുന്നത്. കള്ളപ്പണം ആണ് ലക്ഷ്യമെങ്കിൽ എന്തിനിങ്ങനെ ഒരു അവസരം കാത്തിരിക്കണം? ഇങ്ങനെ വീണ്ടും വീണ്ടും കള്ളപ്പണക്കാർക്ക് അവസരം കൊടുക്കുകയാണ്. അവിടെ ഒരു വിലപേശൽ പോലെ 50-ന് ഇത്ര 50-ന് ഇത്ര എന്ന തലത്തിലേക്ക് പാർലമെന്റ് സംവിധാനം പോലും പ്രധാനമന്ത്രി പോലും ഇങ്ങനൊരു വിലപേശലിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരൻ്റെ മനോനില, അതായത് വിദ്യാഭ്യാസ വായ്പ എടുത്ത അടക്കമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ തുച്ഛമായ തുക എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങുണ്ടാകുന്നുവോ? ചോദ്യം 1. 2, ഈ പറയുന്ന രീതിയിൽ എടുത്ത തീരുമാനത്തിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ അത് പാർലമെന്റിൽ എന്തേ മറുപടി ഉണ്ടാകുന്നില്ല? 2 ചോദ്യത്തിന് മറുപടി ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഞാൻ ചോദ്യത്തിന് മറുപടി പറയാം. സമ്പത്ത് പറഞ്ഞത് എനിക്ക് കേട്ടിട്ടില്ല. കള്ളപ്പണത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കള്ളപ്പണം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇതിനു മുൻപ്
2 വട്ടം സമയം കൊടുത്തു. അതിനുശേഷമാണ് ഈ കറൻസി പിൻവലിക്കൽ നടപടിയിലേക്ക് വന്നത്. ഈ കറൻസി പിൻവലിക്കലിന് ശേഷം വീണ്ടും അവർക്ക് അവസരം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്വാഭാവികമായി പാർലമെൻറ്റിൽ ചർച്ച നടക്കും, പുറത്തും ചർച്ച നടക്കട്ടെ. ഏതായാലും അതേ സംബന്ധിച്ച് അതാണ് ഞാൻ ആദ്യം ചർച്ച തുടങ്ങിയ വേളയിൽ പറഞ്ഞല്ലോ, നിലവിലുള്ള സാമ്പത്തിക സാഹചര്യം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ കറൻസിയുടെ നിലവാരം പോലും ഗവൺമെൻറ്റിന് പൂർണ്ണമായി വിലയിരുത്താൻ കഴിയാത്തതുപോലെ അത്രയേറെ ഫേക്ക് കറൻസിയും അതേപോലെ ഒരു സെക്കൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ വ്യത്യസ്തമായ രീതിയിൽ കുഴൽപ്പണത്തിൻ്റെയും മാഫിയയുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് 10 ഇരട്ടിയായി വർദ്ധിച്ചു. പഴയ കാലത്ത് സമാരംഭിച്ച ആ കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അതിനെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി അതിശക്തമായ നീക്കം നടത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ കറൻസി പിൻവലിക്കൽ എന്ന കാര്യം. ഈ കാര്യത്തെ നിരീക്ഷിക്കുന്ന സാമ്പത്തിക വിദഗ്ധർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും മനസ്സിലാവും. അപ്പം അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിന് കൃത്യമായ നിയന്ത്രണം ഉണ്ടാവണമെങ്കിൽ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 86% കറൻസി വിഡ്രോ ചെയ്യുമ്പോൾ തിരികെ വരുന്ന കറൻസി എത്രയാണ് എന്നറിയാൻ കഴിയും. തുടർന്ന് എത്ര കറൻസി ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇത് രൂപപ്പെടേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആയാലും കള്ളപ്രചരണം നടത്തിയിട്ട് കാര്യമില്ല. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി തുടർച്ചയായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശരി 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 തോമസ് മാഷ് എന്തായാലും അതിന് മറുപടി പറയണം. അത് നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണമാണോ എന്നാണ് BJP ആവർത്തിക്കുന്നത്. ജനപിന്തുണ അതേ അർത്ഥത്തിൽ കിട്ടുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന പിന്തുണയെന്നും BJP അവകാശവാദം ഉന്നയിക്കുന്നു. ശ്രീ തോമസ് മാഷ്, അതായത് 46-ലും 78-ലും നമ്മൾ പരീക്ഷിച്ച ആ ഘട്ടത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. പക്ഷേ ഇത് ഇപ്പോഴത്തെ സാഹചര്യം താങ്കൾക്ക് അറിയാം എങ്ങനെയാണത് കൈകാര്യം ചെയ്തതെന്ന്. ഇത്തരത്തിൽ ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഒരു ആസൂത്രണമില്ലായ്മ അല്ലെങ്കിൽ പാർലമെന്റിനെ അവഹേളിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള നിലപാട്, സംശയാസ്പദമായ നിലപാട് ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? വലിയ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടല്ലേ കള്ളപ്പണക്കാർ, കള്ളനോട്ട്, ഈ 2 കാര്യത്തിൽ ഒരു നിശ്ചിത ശതമാനമെങ്കിലും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മെറിറ്റിലേക്ക് പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ധനമന്ത്രിയാണ് ഇക്കാര്യത്തിൽ വ്യക്തമായും അഭിപ്രായം പറയേണ്ടത്. ധനകാര്യ സെക്രട്ടറി ഇക്കാര്യത്തിൽ ആശങ്ക അകറ്റാൻ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി രാജ്യങ്ങളോട് പറയുന്നുണ്ട് റേഡിയോയിലൂടെ. അല്ലാതെ കേവലം നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം മാത്രമാണ് എന്ന BJPയുടെ ആരോപണത്തിന് മറുപടി. പണം നിർവീര്യമാക്കിയതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ, അത് BJP എടുത്ത തീരുമാനത്തിന്, പ്രധാനമന്ത്രി എടുത്ത തീരുമാനത്തിന് അനുകൂലമാണെന്ന് പറഞ്ഞ വാദം ഒരിക്കലും അംഗീകരിക്കപ്പെടാവുന്ന വാദമല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ 800ഓളം സീറ്റ് BJP കിട്ടിയപ്പോൾ കോൺഗ്രസിനും NCPയും കിട്ടിയത് 600 വീതമാണ്. ഇതിനൊക്കെയുള്ള വിചിത്രം, സ്വതന്ത്രന്മാർക്ക് 800 കൂടുതൽ കിട്ടി. അപ്പോൾ സ്വതന്ത്രന്മാരെയാണോ ജനങ്ങൾ അംഗീകരിച്ചത്? അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകൾ ഈ ഗവൺമെൻറ് എടുത്ത പ്രധാനമന്ത്രി എടുത്ത ഈ നിർവീരീകരണത്തിന് അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. അത് വരാൻ പോകുന്ന നാടുകളിലാണ് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയാം. നമ്മൾ കാണുന്നൊരു പ്രശ്നം എന്താ, ഈ ഒരു കാര്യം നമുക്ക് ഈ കള്ളപ്പണം തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ, കള്ളപ്പണം നിർവീര്യമാക്കുന്ന കാര്യത്തിൽ ആരും എതിരല്ല. പിന്നെ ഫേക്ക് നോട്ടിനെ കുറിച്ചുണ്ട്. ഫേക്ക് നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് തന്നെ 500 കോടി രൂപയാണ്. അതിനപ്പുറത്ത് ഫേക്ക് നോട്ട് അവർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല NPA നമുക്ക് കിട്ടാക്കണം എന്ന് പറയുന്നത് 7 ലക്ഷം കോടി രൂപയാണ്. അത് വൻകിടക്കാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. ആ വൻകിടക്കാരിൽ നിന്ന് പിടിക്കാൻ ഇതൊന്നും നടപടി എടുത്തിട്ടില്ല. അതുപോലെ ഇവിടുത്തെ കള്ളപ്പണം, ആരുടെ കയ്യിലാണ് കള്ളപ്പണം? ഇന്ത്യൻ ജനതയുടെ 67% ആളുകൾ പാവപ്പെട്ടവരാണ്. അതാണ് ഫുഡ് സെക്യൂരിറ്റി ബില്ലെടുത്ത നമ്മളന്ന് അന്ന് പഠിച്ചപ്പോൾ കണ്ടോ, 67% ആളുകൾ പാവപ്പെട്ടവരാണ്. അവരാണ് പ്രിയോറിറ്റി ലെവൽ. 67% കയ്യിലാണ് കള്ളപ്പണം ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു 5 അല്ലെങ്കിൽ 8 കോടി
പണക്കാരുടെ കയ്യിൽ, സാമ്പത്തികമായി മെച്ചപ്പെട്ടവരുടെ കയ്യിലാണ് ഈ കള്ളപ്പണമുള്ളത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നത് കോർപ്പറേറ്റ് ഹൗസസാണ്. പുറത്ത് ആരാ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്? ഈ രാജ്യത്തെ പാവപ്പെട്ടവരാണ്. പുറത്തുനിന്ന് എന്തുകൊണ്ടോ കൊണ്ടുവരാൻ കഴിയാത്തത്? അതുപോലെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഈ 14 ലക്ഷം കോടി രൂപയിൽ നിന്നും തിരിച്ചു വരാത്തത് എന്ന് പറഞ്ഞാൽ 4-5 ലക്ഷം കോടി, അത് കള്ളപ്പണമാണ്. കള്ളപ്പണമാണോ? അതിവിടുത്തെ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചത് കാണല്ലേ? ഈ രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയത് ഉൾപ്പെടില്ലേ? ഇവിടുത്തെ ഭൂമിയിടപാടിൽ നിക്ഷേപിച്ചതില്ലേ? അപ്പോൾ ആ തുക എവിടെയെന്നാണ്? അപ്പോൾ ഇവർ ചുമ്മാ ഒരു കണക്കുണ്ടാക്കി, ഒരു സാങ്കേതിക കണക്കുണ്ടാക്കി ഇതെല്ലാം കള്ളപ്പണമാണ് എന്ന് പറയുകയും അവസാനം കള്ളപ്പണക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അത് മണി ബില്ലായിട്ട് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടാതെ ഒരു നിയമം കൊണ്ടുവരുന്ന കള്ളപ്പണക്കാരെ രക്ഷപ്പെടുത്താനല്ലാതെ വേറെ ആരെയാ? ശ്രീ തോമസ് മാഷ് പറഞ്ഞത് അതിലെ സാങ്കേതികമായ അല്ലെങ്കിൽ ഉള്ളറയിലേക്കുള്ള ഇനി ദൂരവ്യാപകമായ ഒരു പക്ഷേ അത് കാണേണ്ട വസ്തുതകൾ. ഇനി മറ്റൊരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് MGS നാരായണൻ എന്ന ചരിത്രകാരൻ അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ്, അദ്ദേഹം എഴുതിയ ഒരു ലേഖനം. അതിൽ 2 വരി ഞാനൊന്ന് വായിക്കും. അതായത്, ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിലേക്ക് ഒരു വഴിയുണ്ടെന്ന് ഹിറ്റ്ലർ തെളിയിച്ചിട്ടുണ്ട്. ആ നാസി ജർമ്മൻ ചരിത്രത്തിൽ നിന്നൊരു പാഠം പഠിക്കാൻ ഭാരതം ഒരുങ്ങേണ്ടതാണ്. ഏറെ ജനപ്രിയമായ വിജയകരമായ പദ്ധതികളിലൂടെയുള്ള മോദി സർക്കാരിൻ്റെ പ്രയാണം ആ വഴിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി ഞാൻ വായിക്കുകയാണ്. മോദിക്ക് ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണം സൃഷ്ടിക്കുവാൻ സാധിച്ചേക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഫാഷിസ്റ്റാണെന്ന് പറഞ്ഞുകൂടെങ്കിലും ഇനി വരുന്ന വർഷങ്ങളിൽ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടെന്ന് താൻ കരുതുന്നു. അതായത്, ജനാധിപത്യം ആദ്യം, അതിലൂടെ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക്. ഇന്ന് സഭയിലടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ഇന്ന് MGSനെ പോലെയുള്ള പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ താങ്കൾക്കറിയാം. അദ്ദേഹത്തിന് പോലും ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ, എഴുതേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സാഹചര്യങ്ങളെ കൂടി ചേർത്ത് വായിച്ചാൽ ശ്രീ KV തോമസ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ടവരുടെ ശബ്ദമായിട്ടാണ് എന്നും സ്വയം പുറത്തു കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇവിടുത്തെ കോർപ്പറേറ്റ് ഹൗസുകളുടെയും വൻകിട പണക്കാരുടെ ആളാണ്. അദ്ദേഹം എങ്ങനെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് വന്നത്? അദാനിയുടെ സ്വകാര്യ വിമാനത്തിൽ കയറിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എത്ര ചെലവ് കൂടിയതായിരുന്നു! അത്രയും വലിയ ഇന്ത്യയിലെ എല്ലാ സാമ്പത്തിക സൗകര്യമുള്ളവരെയും സമ്പന്നന്മാരെയും വിളിച്ചു കൂട്ടിയ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയുകയല്ല. അദ്ദേഹത്തിൻ്റെ ഹിറ്റ്ലർ സമാന അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി, ഇന്ത്യയിലെ പാവപ്പെട്ടവരും ചായ കൂട്ടുന്നവരും ഉപയോഗിക്കുന്ന ഡ്രസ്സാണോ അദ്ദേഹം ചെയ്യുന്നത്? ഏറ്റവും വില കൂടിയ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ആളുകൾ, ഏറ്റവും വില കൂടിയ പേന ഉപയോഗിക്കുന്ന ആളുകൾ, ഈ ജീവിത സൗകര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകളൊക്കെ നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിനാണോ? അങ്ങനെ മെച്ചപ്പെടുത്തുമെങ്കിൽ ഇന്ന് പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സംഘർഷകരമായ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമോ? ഇന്ത്യയുടെ വിദേശ നയം പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ശബ്ദങ്ങൾ, അദ്ദേഹത്തിന് 2 മുഖങ്ങളുണ്ട്. ഒരു പാവപ്പെട്ടവരുടെ മുഖം, മറ്റൊന്ന് ഹിഡനായിട്ടുള്ള ഈ രാജ്യത്ത് സമ്പന്നർക്ക് വേണ്ടി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാണാൻ സൗകര്യമുള്ളത് BJPയുടെ MP-മാർക്കല്ല, ഈ രാജ്യത്തെ സമ്പന്നർ അദാനിക്കും റിലയൻസിൻ്റെ ഉടമസ്ഥന്മാർക്കുമാണ് അദ്ദേഹത്തെ കാണാൻ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത്. അപ്പോൾ അദ്ദേഹം ഒന്ന് പറയുന്നു, ചെയ്യുന്നത് മറ്റൊന്ന്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഭയപ്പെടുന്നത്. പിന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കും അതിനു മുമ്പ് ചില ചർച്ചകൾ വേണ്ടേ? സംസ്ഥാനങ്ങളുമായി ചർച്ച വേണം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുമായി ചർച്ച വേണം, അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയോടെങ്കിലും ചർച്ച വേണം. ഇതൊന്നും ചെയ്യാതെ വളരെ സുപ്രധാനമായി, പിന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് ഈ 2.5 വർഷക്കാലം ഭരിച്ച BJP ഗവൺമെൻറ് അല്ലേ, ഇതിനു മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റുകളുണ്ട്. 50 വർഷക്കാലം ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഉണ്ട്. ശക്തമായൊരു സമ്പദ്ഘടന ഉണ്ടാക്കാൻ ഇവരുടെയൊക്കെ സംഭാവന ചെറുതെന്ന് പറയാൻ കഴിയൂ. തീർച്ചയായും. മടങ്ങിയ ശ്രീ ഡോക്ടർ ഹരിലാൽ, ഇവിടെ പ്രധാനമന്ത്രി സുപ്രീം കോടതി പറയുകയാണ് ഒരു കലാപത്തിലേക്കുള്ള സാധ്യത കാണുന്നു. പക്ഷേ ആ കലാപത്തിനുള്ള സാധ്യത ഇല്ല. അങ്ങനെ ജനങ്ങൾ തെരുവിലേക്ക് ഈ ക്ഷമ ജനങ്ങളുടെ നെല്ലിപ്പലക അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന ഈ അവസ്ഥ ഒക്കെ തന്നെ ഒരു മറയായി അല്ലെങ്കിൽ അതൊരു വഴിമരുന്നായി പ്രധാനമന്ത്രി കാണുന്നുണ്ടോ? ഇനിയും ഒരു പക്ഷേ ക്ഷമ കാത്തിരുന്നാൽ ഒരു ഫലം ഉണ്ടാകുമെന്ന് എന്തൊരു ആത്മവിശ്വാസം എന്തുകൊണ്ട് ഇങ്ങനെ പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുന്നതിൽ കാണേണ്ട ഒരു കാര്യം. കാരണം ഇതിൻ്റെ ഒരു പക്ഷേ വളരെ വിദൂര ഭാവിയിൽ കാണാൻ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും എന്ന ഒരു ബോധ്യം ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ സമ്മതിക്കണമല്ലോ. ഇത്രയും കഠിനമായ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടും ഇത്രയും ദുരിതങ്ങളുണ്ടായിട്ടും 10-70ഓളം ആൾക്കാർ മരിച്ചു പോയിട്ടും
ഈ ജനങ്ങൾ ഇതെല്ലാം സഹിക്കുകയാണ്. ഒരു വലിയ കലാപത്തിലേക്കോ വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്കോ രാജ്യം പോകുന്നില്ല. കേരളത്തിൽ തന്നെ കേരളത്തിലെ ഒരു ഗവൺമെൻറ്റാണ് സഹകരണ മേഖല ഇങ്ങനെ സ്തംഭിപ്പിച്ചിരുന്നതെങ്കിൽ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അവരുടെ പണം പിൻവലിക്കാൻ കഴിയുന്നില്ല. അത് സഹകരണ മേഖല ഒട്ടും പിൻവലിക്കാൻ കഴിയുന്നില്ല. മറ്റ് സ്ഥലങ്ങളിൽ കുറച്ച് റേഷനെങ്കിലും കിട്ടും. എന്നിട്ട് പോലും ആൾക്കാർ പ്രതികരിക്കുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ സമാധാനപരമായി ഇതുവരെ പെരുമാറി. പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ജനങ്ങളുടെ ദുരിതത്തിന് ഒരു പരിധിയില്ലേ? അവർ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിശാലമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളുമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വമാണെങ്കിലും BJP നേതൃത്വമാണെങ്കിലും യഥാർത്ഥത്തിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് തുടർച്ചയായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ട് ചർച്ച ചെയ്യുക, അവരുടെ ശമ്പളത്തിൻ്റെ ക്രമീകരണം, അതുപോലെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ജനങ്ങളുടെ വായ്പാ തിരിച്ചടവിൻ്റെ ക്രമീകരണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഇന്ന് രാജ്യം ചെന്നുപെട്ടിരിക്കുന്ന പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തേണ്ടത്. ഗവൺമെൻറ് ആദ്യം സമ്മതിക്കണം അവരുടെ കണക്കൂട്ടലുകൾ പെശകി. അതായത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ കറൻസി എല്ലാം പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രിൻ്റ് ചെയ്യും, എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയും എന്നുള്ള ധാരണയായിരുന്നിരിക്കണം പ്രധാനമന്ത്രിക്കും ഗവൺമെൻറ്റും ഉണ്ടായിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായില്ല. രാജ്യം ഒരു വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊന്നും ഈ പ്രതിസന്ധി പരിഹരിക്കും എന്നുള്ള സൂചനയില്ല. 50 ദിവസം കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഈ സമയത്ത് വീണ്ടും ജനങ്ങളെയും പ്രതിപക്ഷത്തെയും പ്രകോപിപ്പിക്കുന്ന ആസൂത്രണത്തിൽ പോലും പിഴവ് ഞാനിവിടെ സൂചിപ്പിച്ചു. കാരണം അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ, കാരണം നമ്മുടെ ഈ കറൻസി പക്ഷേ ഡോളറിനെ മറ്റ് വിദേശ മൂല്യങ്ങളുമായി നാണയങ്ങളുമായി നോക്കുമ്പോൾ ഇത്രത്തോളം സവിശേഷമാക്കുന്നത് അവിടെ പോലും ഒരു കറൻസി നിരോധനത്തിലേക്ക് വന്നപ്പോൾ, കാരണം 500 രൂപയുടെ ക്ഷമിക്കണം 500-ൻ്റെ ഡോളർ പിൻവലിക്കുമ്പോൾ ഒറ്റയടിക്ക് അത് പിൻവലിക്കൽ ആദ്യം അച്ചടി നിർത്തിവെക്കുന്നു, അതിനുശേഷം അതിന് തത്തുല്യമായ രീതിയിൽ ചില്ലറ സ്വരൂപം കൊടുത്ത് അത് സ്വരൂപിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവധാനതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ ലോകരാജ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ കഴിയാതെ പോകുന്ന അല്ലെങ്കിൽ ഒരു ധനകാര്യ മാനേജ്മെൻ്റാണോ ഈ മോദി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ഇതൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ ബോധപൂർവമാണോ അല്ലെങ്കിൽ അങ്ങനെ വന്നുപെടുന്നതാണോ? തീർച്ചയായിട്ടും സാധാരണ രീതിയിലുള്ള അതായത് സാമ്പത്തിക ശാസ്ത്രം അറിയുന്നവരോ അതല്ലെങ്കിൽ കുറച്ചെങ്കിലും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെയോ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു വലിയ അബദ്ധം, ഹിമാലയൻ അബദ്ധം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ നടപടി വന്നപ്പോൾ പലരും ഒരുപാട് റിസർവേഷൻസ് ഇട്ടുകൊണ്ടാണെങ്കിലും ഇതിനെ സ്വാഗതം ചെയ്യുകയുണ്ടായി. അത് കള്ളപ്പണത്തിനെതിരായിട്ട് ഒരുപാട് നടപടികൾ എടുക്കാം, അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ നടപടിയാണിത് എന്നുള്ള നിലയിൽ ആൾക്കാർ കണ്ടിരുന്നു. അപ്പോൾ അവരെല്ലാം ആഗ്രഹിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തോടു കൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം RBI ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള റിസർവ് ബാങ്കാണ്, ഒരു സെൻട്രൽ ബാങ്കാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്, വളരെ രഹസ്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അത്തരം പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല, ആരും പ്രതീക്ഷിക്കില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ബാങ്കിങ് മേധാവികളടക്കം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരടക്കം ആരും ഒരുപക്ഷെ ഇത്രയും വലിയൊരു അബദ്ധത്തിലേക്ക് രാജ്യം ചെന്ന് ചാടും, ഗവൺമെൻറ് ചെന്ന് ചാടും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഗവൺമെൻറ് തന്നെ ഇത് എങ്ങനെ ഇങ്ങനെ പറ്റി എന്നുള്ള ഒരു റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. തീർച്ചയായും വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. ശ്രീ സമ്പത്തിലേക്കും ഒപ്പം രാധാകൃഷ്ണ മേനോനിലേക്കും എത്താം. ശ്രീ സമ്പത്ത്, രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന സംശുദ്ധമായ തീരുമാനങ്ങൾക്കൊക്കെ ഒപ്പം നിന്നിട്ടുള്ള ജനങ്ങൾ ഇക്കാര്യത്തിലും കള്ളപ്പണ വിഷയത്തിലും ആ സഹനശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് കിട്ടുന്ന മറുപടിയാണ് പല സർവേകളിലും ജനങ്ങൾ പറയുന്ന ഈ കള്ളപ്പണം നിരോധിക്കാൻ അല്ലെങ്കിൽ എടുത്ത നടപടി, ഈ നോട്ട് നിരോധനത്തെ അംഗീകരിക്കുന്നുണ്ട് വലിയൊരു ശതമാനം. പാളിച്ചകൾ സംബന്ധിച്ചാണ് പിഴവ്. അത് പക്ഷേ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെയൊക്കെ പറഞ്ഞതുപോലെ അല്പം ക്ഷമിക്കുക, മറിച്ചുള്ള ഒരു വ്യാജ പ്രചരണങ്ങൾക്കൊക്കെയുള്ള മറുപടികളാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് കിട്ടുന്ന മുൻതൂക്കം. ഇതാണ് BJP നേതാവ് ചർച്ചയിൽ പങ്കെടുക്കുന്ന രാധാകൃഷ്ണ മേനോനടക്കം പറയുന്നത്. ഇവരെ വളച്ചൊടിക്കൽ, നിങ്ങളൊക്കെ പാർലമെൻറ്റിൽ ഒക്കെ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന് വേണ്ടി വാദിക്കുമ്പോഴും മറുവശത്ത് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കാര്യം,
ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും ശരി, ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലും ശരി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫെഡറൽ ലെജിസ്ലേച്ചർ എന്നുള്ള നിലയിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അത് കേന്ദ്ര മന്ത്രിസഭയും സഭാനാഥന്മാരും, ലോക്സഭയിൽ ഞങ്ങളുടെ സ്പീക്കറും ഞങ്ങൾ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളും ആ കൃത്യം അത് നന്നായി അത് നിർവഹിക്കേണ്ടവരാണ്. ആ ചുമതല എങ്ങനെ നിർവഹിക്കണം? ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഭയിലെ ആധികാരിക ഗ്രന്ഥം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ചെണ്ടയ്ക്ക് കീഴിലുള്ള വാദ്യം എന്ന് പറയുന്നത് പോലെ ഭരണഘടനയ്ക്ക് കീഴിൽ ലോക്സഭയ്ക്കാണെങ്കിൽ ലോക്സഭയുടെ റൂൾസ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുള്ള കാര്യം എന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ലംഘനവും ലോക്സഭയുടെ ചട്ടങ്ങളുടെ ലംഘനവുമാണ് നടന്നിട്ടുള്ളത്. ഈ നടന്ന കാര്യത്തിൽ ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക്, ആ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് പറയാനുള്ള കാരണം, ഈ ചർച്ചകൾ നടക്കേണ്ടുന്ന നമ്മൾ ഈ ജനങ്ങളുടെ ശബ്ദമാണ് ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. ഇവിടെ ഈ ലോക്സഭയും രാജ്യസഭയും സ്തംഭിക്കുന്നതിനെ സംബന്ധിച്ച് പല ആളുകളും പറയുമ്പോൾ ചർച്ച നടക്കണം. ചർച്ച എങ്ങനെ നടക്കണം? ചർച്ച എവിടെങ്കിലും റോഡിൽ നിന്നുകൊണ്ട് ഈ ഏതെങ്കിലും പ്രതിമയെ നോക്കിയുള്ള ചർച്ചയല്ല നടക്കേണ്ടത്. ആ ചർച്ചയിൽ കൂടി അറിയേണ്ടത് ആരൊക്കെ എവിടെയെല്ലാം നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭേദഗതി, ആ ഭേദഗതി ചിലപ്പോൾ സിമ്പിൾ മെജോറിറ്റിയിലാവാം, ചിലപ്പോൾ 2/3 മെജോറിറ്റിയിലാവാം, ചിലപ്പോൾ ഈ രണ്ട് സഭകളും ഈ വിധത്തിൽ 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കിയതിന് ശേഷം ഇന്ത്യയുടെ പകുതിയിലേറെ സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ റാറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരാം. 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് നേരത്തെ നമ്മുടെ വോട്ടവകാശത്തിൻ്റെ പ്രായം കുറച്ചതുപോലെ. അതുകൊണ്ടാണ് ഭരണഘടന ഭേദഗതി അടക്കം വരുമ്പോൾ ഡിവിഷൻ ചോദിക്കുന്നത്. ആ ഡിവിഷൻ ആരും ചോദിച്ചില്ലെങ്കിലും ചെയറിൽ നിന്ന്, സ്പീക്കറിൽ നിന്ന് ഡിവിഷൻ അത്തരത്തിൽ അവിടെ നിന്ന് തന്നെ നിർദ്ദേശം വരും. നിർദ്ദേശം വന്നിട്ട് ആരൊക്കെയാണ് അനുകൂലിക്കുന്നത്, ആരൊക്കെയാണ് എതിർക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ നിഷ്പക്ഷത പാലിക്കുന്നത് എന്നുള്ളത്. കാരണം അതൊരു ചരിത്ര രേഖയാണ്. ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ചും ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഇൻസിസ്റ്റ് ചെയ്തത്, ദി നേഷൻ ഹാസ് എ റൈറ്റ് ടു നോ ഹൂ സ്റ്റാൻഡ്സ് വെയർ എന്നുള്ളതാണ്. ഓരോ പാർലമെൻറ്റ് അംഗങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി ഇവിടെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം, കോൺഗ്രസിന് ആ വിധത്തിൽ വോട്ട് സമാഹരിക്കുന്നതിന്, മുന്നണിയായി മത്സരിക്കുന്നതിന് NCPയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നത്, അത്തരം കാര്യങ്ങൾ, അതിലെല്ലാം അവർക്ക് തെരഞ്ഞെടുപ്പിൽ ആ ഒരു തന്ത്രത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പരിശോധിക്കട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. ത്രിപുരയിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഒരു സീറ്റ് CPIM നിലനിർത്തി, മറ്റേ സീറ്റ് കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്തു. മറ്റ് പലയിടങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP അവരുടേതായ സീറ്റുകൾ നിലനിർത്തി. ശരിയാണ്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് BJPക്കും ശിവസേനയ്ക്കും ആ ഒരു കമ്പയിന് അവർക്ക് മഹാരാഷ്ട്രയിൽ അവർക്ക് വിജയം, അത് ഒരു മേൽക്കൈ നേടാനായി കഴിഞ്ഞു. ഒക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി തീരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി, അതായത് ശ്രീ രാധാകൃഷ്ണ മേനോൻ, തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല കാര്യം. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ഉയർത്തിക്കാട്ടി ജനപിന്തുണയെ അവകാശപ്പെടല്ലേ എന്ന് നരേന്ദ്രമോദി മിണ്ടും അക്കാര്യത്തിൽ. കാരണം പാർലമെന്ററി സംവിധാനമാണ്. അവിടെ വന്ന് എന്തേ പറയാൻ മടിക്കുന്നു? ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിന്നും എന്തിന് ഒളിച്ചോടുന്നു? മൻ കി ബാത്ത്, അതായത് റേഡിയോ മതിയോ? അവിടേക്കാകുമ്പോൾ ചോദ്യങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന ആ ഒരു അനുകൂല സാഹചര്യം ഉൾക്കൊള്ളുകയാണോ? ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നുണ്ടോ? MGSനെ പോലെയുള്ള, ഒരു പക്ഷേ നാരായണനെ പോലെയുള്ള ആളുകൾ അപകടകരമായ സൂചന നൽകുന്നതിൽ പോലെയാണോ സാഹചര്യങ്ങൾ പോകുന്നത്? ജനങ്ങൾക്ക് ചിലരെങ്കിലും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇവിടെ MGS നാരായണൻ്റെ സംശയം അദ്ദേഹത്തിന് അങ്ങനെ ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ അദ്ദേഹമോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇവിടെ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോയ ശ്രീമതി ഗാന്ധിക്ക് ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് മറുപടി കൊടുത്തത് എന്ന ചരിത്രം ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ചരിത്രമാണ്. അത് സുവർണലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടതും ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ജനാധിപത്യ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ ഈ ഭാരതത്തിൻ്റെ ജനാധിപത്യം ആ ഒരു രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ജനങ്ങൾക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനറിയാം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആ ദുരുപയോഗത്തിന് മറുപടിയായിട്ടാണ് ജനങ്ങൾ നരേന്ദ്രമോദിയെ ഈ പ്രാവശ്യം അധികാരത്തിൽ ഏറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇവിടുത്തെ കള്ളപ്പണത്തിനും അതേപോലെ ദുർഭരണത്തിനും എതിരായി ഒരു പ്രതീകമായി അദ്ദേഹം ഉയർന്നു വന്നതാണ് അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള അവസരം കിട്ടിയത്.
അദ്ദേഹത്തിന് ലഭിച്ച അവസരം ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താനും അവരുടെ ക്ഷേമ പദ്ധതികൾക്കും എല്ലാം വേണ്ടി കൃത്യമായി വിനിയോഗിക്കുന്നത് ജനങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ തുടർച്ചയാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്ന് വിചാരിച്ച് പാർലമെൻറ്റിൽ മറുപടി പറയേണ്ട എന്നല്ല അർത്ഥം. പാർലമെന്റിൽ പറയേണ്ട സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ടാവും. പറയേണ്ട സമയമല്ലേ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അതായത് 2 ഘട്ടത്തിന് ശേഷം 46-നും 78-നും ശേഷം വലിയ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ കുതിച്ചുചാട്ടത്തിലേക്ക് ധൈര്യപ്പെട്ട നരേന്ദ്രമോദിക്ക് എന്തേ അതിൽ നിന്നുകൊണ്ടൊരു മറുപടി പറയാൻ കഴിയുന്നില്ല? അത് ഈ വേണ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു പറയേണ്ട സമയം ഇതല്ലേ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് പാർലമെന്റ് ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ആകെ ബഹളമുണ്ടാക്കാൻ കഴിയുന്ന ഏക പ്രദേശം പാർലമെൻറ്റാണ്. അതുകൊണ്ട് അവർ നരേന്ദ്രമോദി ക്ഷമ പറയണം, നരേന്ദ്രമോദി മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളെ വല്ലാതെ പെരുപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെ തുടർച്ചയായി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ബഹളം അല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അതിനപ്പുറത്ത് പ്രതിഷേധത്തിന് ഇറങ്ങും എന്നാണല്ലോ ഇവരെല്ലാം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ നിലയിലുള്ള അതിനായിട്ടാണ് ഹർത്താൽ വെച്ചത്. അവർ യോജിച്ച് ഇന്ത്യയിൽ ഉടനീളം ബന്ദ് നടത്തും എന്ന് പറഞ്ഞു, ഹർത്താൽ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരുമിച്ച് ഈ കാര്യത്തിൽ അതിന് മറുപടി ശ്രീ കെ വി തോമസ്, അതായത് നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ സഭയിൽ ബഹളം വെക്കുകയാണ്, പ്രതിപക്ഷ നടപടിക്രമം ചോദ്യോത്തരവേള അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സഭാസ്തംഭനത്തിലേക്ക് പോകുകയാണ്. ജനങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്ന ഒരു സമീപനത്തിലേക്ക്, അല്ലെങ്കിൽ മോഡിക്ക് കിട്ടിയ ജനപിന്തുണ ഇക്കാര്യത്തിലുണ്ട്, അത് കാണാതെ സഭയ്ക്കുള്ളിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില അടവുകൾ പ്രയോഗിക്കുകയാണ്. മറുപടി ഇനി ഏത് രീതിയിലായിരിക്കും സമരം അല്ലെങ്കിൽ നിങ്ങൾ ഏകോപിപ്പിച്ചുള്ള സമരങ്ങൾ മുന്നോട്ട് പോവുക? കാരണം ഇനി അധിക ദിവസമില്ല ഇനി പാർലമെന്റിൽ, അത് തീരുന്നതോടുകൂടി ഇതൊക്കെ അവസാനിക്കുമോ? അവസാനമായി തോമസ് മാഷ് വ്യക്തമാക്കാനുള്ളത്. പാർലമെന്റ് സ്തംഭിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കഴിഞ്ഞ UPA 1-ൻ്റെയും UPA 2-ൻ്റെയും കാലഘട്ടത്തിൽ 2-3 സെഷനുകൾ പൂർണ്ണമായി സ്തംഭിപ്പിച്ചത് അന്ന് സുഷമാ സ്വരാജ് പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിലാണ്. അന്ന് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇതൊരു പാർലമെൻ്റ് ഡെമോക്രസിയുടെ ഭാഗമാണെന്ന് അവർ പറഞ്ഞത്. 2, ഇന്ന് ഈ സംഭവത്തെക്കുറിച്ച് പാർലമെൻറ്റിലെ പ്രത്യേകിച്ച് ലോക്സഭയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും AIDMK ഉൾപ്പെടെ CPM മമത ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സമരം ചെയ്യുമ്പോൾ, ശബ്ദമുണ്ടാക്കുമ്പോൾ അവരൊന്ന് വിളിക്കണ്ടേ? സ്പീക്കർ എന്താ ചെയ്യുന്നത്? ഇത്രയും ശബ്ദമുണ്ടാക്കിയിട്ട് പോലും ക്വസ്റ്റ്യൻ അവർ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ക്വസ്റ്റ്യൻ അവർ കൊണ്ടുപോകേണ്ട എന്ന അഭിപ്രായക്കാരനല്ല. എന്തുകൊണ്ട് വിളിച്ച് സ്പീക്കർക്ക് സംസാരിക്കാൻ കഴിയും? സ്പീക്കറുടെ കുഴപ്പമെന്ന് ഞാൻ പറയുന്നത്. അത് സ്പീക്കറെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്, അത് ഒരു പ്രശ്നം. 2 ഗിമിക്സ്, പൊളിറ്റിക്കൽ ഗിമിക്സ്. ഇപ്പോൾ ഇന്നെന്താ പ്രധാനമന്ത്രി പറഞ്ഞത്? BJP MPമാർ അവരുടെ വരവ് ചെലവ് അവരുടെ ആസ്തി BJP പ്രസിഡന്റ് അമിത്ഷായെ ഏൽപ്പിക്കണമെന്ന്. എന്താ ഈ സംഭവം? ഞാൻ 84 പാർലമെൻറ്റ് വന്നയാളാണ്. അന്നു മുതൽ ഇന്ന് വരെ ഒരു ഫോർമാറ്റിൽ എല്ലാ വർഷവും ഏപ്രിൽ മെയ്ക്ക് മുമ്പ് സ്പീക്കർക്കും രാഷ്ട്രപതിക്കും എൻ്റെ വരവും ചെലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇന്നെന്താ ഒരു പ്രത്യേകത? ഇത് നരേന്ദ്രമോദിക്ക് അറിയത്തില്ല ഇങ്ങനെ സിസ്റ്റം പാർലമെൻറ്റിലുണ്ടെന്ന്. എന്ന് അദ്ദേഹം BJP MPമാർ അവരുടെ സ്വത്ത് വിവരം കൊടുക്കണം. ആ സ്പീക്കറുടെ ഓഫീസ് ചോദിച്ചാൽ കിട്ടത്തില്ലയോ? നമ്മുടെ പിന്നെ പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടുമല്ലോ. ഗിമിക്സ്. ഇതാണ് പ്രശ്നം. സമയക്കുറവുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ഇതൊക്കെ ഗിമിക്സായി മാറുകയാണോ? ജനത്തിന് മുന്നിലേക്ക് എന്തേ വന്ന് പ്രതികരിക്കാതെ ജനകീയ സംവിധാനത്തിലൂടെ, പാർലമെന്ററി സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ എ സമ്പത്ത്, ഡോക്ടർ KN ഹരിലാൽ, പ്രൊഫസർ KV തോമസ് MP, ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ. നന്ദി അറിയിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.